PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരുപാട് പേരായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇന്നലെ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി സ്റ്റേജ് 1 പരീക്ഷയുടെ ചോദ്യങ്ങൾ വന്ന സോഴ്സ് ആണ് നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പേരെ കുഴപ്പിച്ച പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗം എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതിന് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കേട്ടോ, ഈ പ്രസ്താവന രീതിയിലുള്ള നിങ്ങളെ കുഴപ്പിച്ച ചോദ്യങ്ങളുടെ റിലേറ്റഡ് ഫാക്ട്സ് വെച്ചിട്ടുള്ള വീഡിയോസ് ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4 എന്നിവയാണ് ശരി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാനൊന്ന് വായിക്കാം, എന്നിട്ട് ഇത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, രാമപുരത്തു വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരം വക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇന്നത്തെ തഹസീൽദാർമാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെന്റ് ഏത് ബുക്കിൽ നിന്ന് എടുത്തതാന്ന് പറയട്ടെ. എ ശ്രീധര മേനോന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ മാർത്താണ്ഡവർമ്മയുടെ നയം എന്ന് പറഞ്ഞിട്ട് എ ശ്രീധര മേനോന്റെ ബുക്കിൽ വരുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. പിള്ളമാരും മാടമ്പിമാരും പ്രബല ശക്തികളായി സ്വയം പ്രതിഷ്ഠ നേടിയിരുന്നു. യോഗക്കാർ അവരെ സഹായിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ രാജ്യകാര്യങ്ങൾ നാടുവാഴിത്തത്തിന്റെ ഘടകങ്ങൾക്കായിരുന്നു മുൻകൈ. ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങിയ യൂറോപ്യൻ ശക്തികളുടെ പരസ്പര മത്സര്യം സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കി. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കിട്ടിയില്ലേ, പിള്ളമാരും മാടമ്പിമാരും പ്രബല ശക്തികളായി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. ഇതേ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു, കിട്ടിയല്ലോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സാംസ്കാരിക പുരോഗതി എന്ന് പറയുന്ന ഹെഡിങ്ങിന് താഴെയായിട്ട് നമുക്ക് കാണാം, രാമപുരത്തു വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ മാർത്താണ്ഡവർമ്മയുടെ സ്ഥാന സദസ്സിനെ അലങ്കരിച്ചു. കൂത്ത്, പാഠകം, കഥകളി, തുള്ളൽ തുടങ്ങിയ ക്ഷേത്രകലകൾ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. കണ്ടോ, അപ്പോൾ ഇതേ ഇവിടെ കിടക്കുന്നുണ്ട്. രാമപുരത്തു വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാനെത്തി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കിട്ടിയല്ലോ. അടുത്തത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. 1739 പള്ളിയാടി മല്ലൻ ശങ്കരനെ അദ്ദേഹം പ്രത്യേക തസ്തികയിൽ നിയമിച്ചു. മല്ലൻ ശങ്കരനാണ് വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരം വക എന്നിങ്ങനെ 4 വിഭജിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയത് മല്ലൻ ശങ്കരനാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് മൂന്നാമതായിട്ട് തന്നിരിക്കുന്നത്. കണ്ടോ, ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരം വക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കിട്ടി. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോളുക. ഇവിടെ ഇന്നത്തെ തഹസീൽദാർമാരുടെ പദവിയിലുള്ള കാര്യക്കാരുടെ കീഴിൽ പല പകുതികൾ ചേർന്ന മണ്ഡപത്തും വാതുക്കൽ എന്ന ദേശവിഭാഗം സംഘടിപ്പിക്കപ്പെട്ടു. കാണുന്നുണ്ടല്ലോ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് നാലാമതായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസീൽദാർമാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെൻറ്റും എ ശ്രീധര മേനോൻ്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ റിലേറ്റഡ് ഫാക്ട്സിൻ്റെ വീഡിയോ, നമ്മൾ എ ശ്രീധര മേനോൻ്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി വരുന്ന 2ാം ഘട്ട 3ാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അതെന്തായാലും ക്ലാസ് കാണേണ്ടതാണ് കേട്ടോ. എ ശ്രീധര മേനോൻ്റെ കേരള ചരിത്രം ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഇനി അതിനുവേണ്ടി വേറെ സോഴ്സ് ഒന്നും തിരഞ്ഞു പോവേണ്ട. ബുക്സ് കയ്യിലില്ലാത്തവർ വിഷമിക്കേണ്ട, നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് തരുന്നതാണ്. ഓരോ ചോദ്യവും അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചാപ്റ്ററും നമ്മൾ ക്ലാസ് എടുത്ത് തരും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരി. അതായത് 1643 ഒരു വശത്ത് ഡച്ചുകാരും മറുവശത്ത് പുറക്കാട് രാജാക്കന്മാരും കായംകുളം രാജാക്കന്മാരും തമ്മിലുള്ള പുതിയ ഉടമ്പടികൾ അവസാനിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കൊച്ചി രാജാവ് ഡച്ച് ഭരണം സ്വീകരിക്കുകയും തന്റെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറുവപ്പട്ടയും കുരുമുളകും ഡച്ചുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു.
മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡച്ചുകാരുടെ മതനയം പോർച്ചുഗീസുകാരുടേതിൽ നിന്നും ഉദാരമായതും സഹിഷ്ണുതയും ഉള്ളതുമായിരുന്നു. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതും എ ശ്രീധര മേനോന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ബുക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കിക്കോളാം. 1643 പുറക്കാട്ടെയും കായംകുളത്തെയും രാജാക്കന്മാരുമായി പുതിയ ഉടമ്പടികളിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസ്തുത രാജാക്കന്മാർ പഞ്ഞി, ഇരുമ്പ്, തകരം, കറുപ്പ്, ചന്ദനത്തടി മുതലായ സാധനങ്ങൾ ഡച്ചുകാരിൽ നിന്ന് വാങ്ങി. അപ്പോൾ ഇവിടെ വർഷം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1643 ഒരു വശത്ത് ഡച്ചുകാരും മറുവശത്ത് പുറക്കാട് രാജാക്കന്മാരും കായംകുളം രാജാക്കന്മാരും തമ്മിലുള്ള പുതിയ ഉടമ്പടികൾ അവസാനിച്ചു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കുക. ഇവിടെ ഡച്ചുകാരുടെ പരമാധികാരം അംഗീകരിച്ച കൊച്ചി രാജാവ് രാജ്യത്തുണ്ടാവുന്ന മുഴുവൻ കറുവപ്പട്ടയും കുരുമുളകും ഡച്ചുകാർക്ക് എത്തിച്ചു കൊടുക്കാമെന്നേറ്റു. കണ്ടോ, ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് അത് തന്നെയല്ലേ. കൊച്ചി രാജാവ് ഡച്ച് ഭരണം സ്വീകരിക്കുകയും തന്റെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറുവപ്പട്ടയും കുരുമുളകും ഡച്ചുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. കണ്ടോ. അടുത്തത് ഡച്ചുകാരുടെ മതനയത്തെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഡച്ചുകാരുടെ മതനയം എന്ന് പറയുന്ന ഹെഡിങ്ങിന് താഴെയായിട്ട് പോർച്ചുഗീസുകാരുടേതുപോലെ അന്ധമായിരുന്നില്ല ഡച്ചുകാരുടെ മതപരമായ നയം. പൊതുവെ അവരുടെ മതസമീപനം സഹിഷ്ണുതാപരവും ഉദാരവുമായിരുന്നു. അത് തന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഡച്ചുകാരുടെ മതനയം പോർച്ചുഗീസുകാരുടേതിൽ നിന്നും ഉദാരമായതും സഹിഷ്ണുതയും ഉള്ളതുമായിരുന്നു. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ. ഇതും എ ശ്രീധര മേനോന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇത് നമ്മൾ ക്ലാസ് ചെയ്യുന്നതാണ് കേട്ടോ ഉടനെ തന്നെ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിന്റെ സംയോജനത്തെക്കുറിച്ചുള്ള വസ്തുതകൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം ശരിയാണ് എന്നുള്ളതാണ്. അതായത് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യ കേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു എന്നത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു എന്നതും. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റ് വരുന്നതും എ ശ്രീധര മേനോന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് തിരുവിതാംകൂർ കൊച്ചി സംയോജനം എന്ന് പറയുന്ന ഹെഡിങ്ങിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിക്കപ്പെടുകയും അങ്ങനെ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം ജന്മമെടുക്കുകയും ചെയ്തു. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ വച്ച് നടന്ന ഐക്യ കേരള സമ്മേളനം, കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനം കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. അന്നോളം കേരളത്തിൽ നടന്നിട്ടുള്ള ഏതൊരു സമ്മേളനത്തെക്കാൾ കൂടുതൽ പ്രാതിനിധ്യ സ്വഭാവം ഇതിനുണ്ടായിരുന്നു. കൊച്ചി മഹാരാജാവ് സമ്മേളനത്തിൽ നേരിട്ട് സന്നിഹിതനാകുകയും ഐക്യ കേരളത്തിന്റെ സ്ഥാപനത്തെ അനുകൂലിച്ച് പ്രസംഗിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യ കേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു. കണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന ആദ്യത്തെ 3 ചോദ്യങ്ങൾ, നമ്മളെ ഒരുപാട് കുഴപ്പിച്ച 3 ചോദ്യങ്ങൾ വന്നിരിക്കുന്നതും എ ശ്രീധര മേനോന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. 9ാമത്തെ ചോദ്യമായിരുന്നു 2ാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3 എന്നിവയാണ് ശരിയായിട്ട് വരുന്നത്. പുനഃസജ്ജീകരണവും പ്രീണനവും അതുപോലെ മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും 1ഉം 3ഉമാണ് ശരിയായത്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക്, പഴയ NCERT ടെക്സ്റ്റ് ബുക്കിൽ 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്. 2ാം ലോക യുദ്ധവും സാമ്രാജ്യത്വത്തിൻ്റെ തകർച്ചയും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ഉണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇത്? ഞാൻ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എടുത്തു തരാം കേട്ടോ. ഇവിടെ പ്രീണന നയം അനുകൂലമായ ഭേദഗതികൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ കുറേ പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ സോഴ്സൊക്കെ.
അടുത്തത് 10ാമത്തെ ചോദ്യം, ദേശീയതയുടെ ഉദയത്തിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2, 3, 4 ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും പത്രങ്ങളും ആനുകാലികങ്ങളും ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് ബിൽ വിവാദവും യുദ്ധത്തിനു മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി. 4 സ്റ്റേറ്റ്മെന്റ്സും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് 10th സ്റ്റാൻഡേർഡിൽ സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. സംസ്കാരവും ദേശീയതയും നമ്മൾ SCRT ചാപ്റ്ററൊക്കെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സിൽ. അപ്പോൾ അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്, അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദേശീയതയെക്കുറിച്ച് വരുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വർത്തമാന പത്രങ്ങളും സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അടുത്തത് 19ാമത്തെ ചോദ്യമായിരുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്? നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ഓപ്ഷൻ എ ആയിരുന്നു, സഹകരണ ഫെഡറലിസം വളർത്താൻ. ബാക്കിയെല്ലാം എന്താണ്? നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്. അത് എല്ലാവർക്കും അറിയുന്നതാണ്, നമുക്ക് റാങ്ക് ഫയൽ നോക്കിയാലും എല്ലായിടത്തും കാണാൻ പറ്റുന്നതാണ്. എങ്കിലും ഈ ഒരു പോയിന്റ് നമുക്ക് SCRT 10th സ്റ്റാൻഡേർഡിലെ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശ്രീനാരായണ ഗുരു 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഈ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡാറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത്? IT-യിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഉത്തരം കമ്പൈലർ. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് +1 കമ്പ്യൂട്ടർ സയൻസിൽ ചാപ്റ്റർ 1 ഉണ്ട്. കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൽ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കമ്പൈലറിനെ കുറിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കമ്പൈലറിനെ കുറിച്ച് ഇത് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കമ്പൈലർ കൺവേർട്സ് ദ സോഴ്സ് കോഡ് ഇൻ ടു മെഷീൻ കോഡ് എന്നൊക്കെ പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ആ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അടുത്തത്, താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ഇന്റലിജന്റ് ആയിട്ട് കണക്കാക്കുന്നത്? ഇന്റലിജന്റ് ആയിട്ട് കണക്കാക്കുന്നത് നമ്മൾ ആൻസർ കീ പറഞ്ഞപ്പോൾ ഓപ്ഷൻ സി ആണ് പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2ഉം 4ഉം വരുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. സ്വിച്ച് അതുപോലെ ബ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, അവിടെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത്, മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ് എന്നുള്ളതാണ്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ബിങ് ആണ്. ബിങ് ഈ ഒരു ചോദ്യം എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നതാണ്. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിൻ്റെ ടൈമിലൊക്കെ നമ്മൾ ഓരോ ദിവസം വീക്കിലി എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ്. അതല്ലാതെ ഈ ഒരു ചാപ്റ്റർ +1-ലെ ഇന്റർനെറ്റ് ആൻഡ് വെബ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. സെർച്ച് എഞ്ചിൻസ് ലൈക്ക് ഇത് കണ്ടോ, bing.com എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, മെമ്മറിയുമായി ബന്ധപ്പെട്ട SSDയുടെ പൂർണ്ണ രൂപം എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് +1-ലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന +1-ലെ ചാപ്റ്ററിൽ നമുക്ക് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ SSDയുടെ ഇവിടെ പിക്ചറൊക്കെ കൊടുത്തിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നാണ് ആ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ബാക്കി ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഉടനെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യാം. ഈ പറയുന്ന നമ്മളെ കുഴപ്പിച്ച പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നമ്മൾ ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് പ്രയോജനപ്പെടുത്തുക. ഇനിയുള്ള ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്നവർ നമ്മൾ പറഞ്ഞ ഈ ബുക്സൊക്കെ വായിച്ച് പഠിച്ച് നോട്ട്സ് തയ്യാറാക്കി പഠിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. നമ്മുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കും. തിരിച്ച് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്